നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മണ്ണാറശാലയിലേക്ക് പോവാണ് കേട്ടോ. മണ്ണാറശാല. ഓക്കേ. പ്രപന്നേഷ്ടദാനേ ഗദക്ഷേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി വിധികൃതി വാസാഹരിർവിശ്വമേതത് സൃജത്യത്തിപാദീദിയ തത്പ്രസിദ്ധം കൃപാലോകന ദേവദേശക്തിരൂപേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് യാത്ര തുടങ്ങിയിട്ട് 11:15 ഞങ്ങൾ ഹരിപ്പാടെത്തി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷമുള്ള വീഡിയോ ഭാഗമാണ് കാണുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ അമ്പലത്തിലെത്തും. നല്ല സ്പീഡിൽ 12 മണിക്ക് ആകുമ്പോഴേക്കും എത്താമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വേഗത്തിൽ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാർ പാർക്കിലേക്കാണ് പോണത് കേട്ടോ. കാർ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാം. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്ത് തന്നെയാണ് വഴിപാട് കൗണ്ടറൊക്കെ ഉള്ളത് കണ്ടോ. ഇതൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കാലൊക്കെ ഒന്ന് കഴുകാന്ന് വെച്ചിട്ട് കുളത്തിൽ പോയി താഴെ ഇറങ്ങി കാല് കഴുകിയതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കടക്കാം. മണ്ണാറശാല ശ്രീ നാഗരാജ ടെമ്പിൾ വഴിപാട്. 2 ഭാഗത്തും വഴിപാട് കൗണ്ടറുകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ 2 വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. നാഗമരം എന്ന് പേരുള്ള ഒരു മരത്തിന്മ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു മരം കൂടി നിൽക്കുന്നുണ്ട്, പേരെനിക്കറിയില്ല. കുറേ ആൾക്കാരവിടെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നുണ്ട്. വഴിപാട് സ്ഥലം വാങ്ങാൻ പോണവരുണ്ട്. ഞങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് കടക്കാൻ പോയി. ഇതാണ് കേട്ടോ ഉള്ളിലേക്ക് കടക്കാനുള്ള കവാടം. ഭുജംഗകുലാധിപ ഭുവനനാഥം ആരാധയേ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ 2 ശ്രീകോവിലുണ്ട്. ഒരു ശ്രീകോവിലിൽ നാഗരാജാവും മറ്റൊരു ശ്രീകോവിൽ നാഗയക്ഷി അമ്മയുമാണ്. 2 പേരെയും നന്നായി തൊഴുതിന് ശേഷം ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് വന്നു. അമ്പലത്തിൻ്റെ നേരെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു പുള്ളുവസ്ത്രീ ഇരുന്ന് പുള്ളോർക്കുടം കൊട്ടി പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനന്ദയുടെ പേരിലും ഞങ്ങൾ നാളും പേരൊക്കെ പറഞ്ഞ് നാവേറ് പാടിപ്പിച്ചു. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ശ്രീനന്ദ അവർക്ക് ദക്ഷിണ കൊടുത്തു. ഇനി ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് പോയാൽ നമുക്ക് അവിടുത്തെ കാടും പരിസരമൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാം കേട്ടോ. പുറത്തേക്ക് കിടന്നപ്പോൾ നോക്കൂ, ചെറിയ ഒരു വഴിയുണ്ട്. വഴിയുടെ സൈഡിലായിട്ട് ചില കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ട്, കാടുണ്ട്. ഈ മരത്തിന്മ പൂക്കൾ കണ്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ആ കാടിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. നല്ല പൂഴി മണലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളും അങ്ങനെ നടന്നു. അങ്ങനെ നമുക്ക് നടന്ന് അറ്റം വരെ പോകാം. അവിടെ ചെന്ന് കുറേ വഴി പോയാൽ അമ്മയെ കാണാം. അമ്മ എന്ന് പറയണത് ഇവിടുത്തെ പൂജ ചെയ്യുന്ന ആളാണ്. നാഗങ്ങൾക്ക് പൂജ ചെയ്യുന്ന മെയിൻ പൂജാരി ഇവിടുത്തെ തലമൂത്ത അമ്മയാണ്. ഈ ഇവിടുത്തെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇവിടെ പൂജിക്കുക. ഏറ്റവും മുതിർന്ന കാരണവരുടെ ഭാര്യയായിരിക്കും ഇവിടുത്തെ പൂജാരിയാവുക. അമ്മ എന്നാണ് പറയുക. അതെയാ, മുലയൂട്ടൽ കേന്ദ്രം ശ്രീ ഭദ്രകാളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പൂപ്പൻകാവ്. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അപ്പൂപ്പൻകാവുണ്ട്, ശാസ്താക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ ഈ പോണ വഴിയിലാണ് കേട്ടോ. അതൊക്കെ വലത് ഭാഗത്ത് വലിയ കാടാണ്. ഞാനവിടെ തൊഴാൻ നിൽക്കുമ്പോഴേ 12:30 അല്ല 11:30 എനിക്ക് പേടിയേട്ടാ. സൺഡേ ഉണ്ട്.
ഭംഗിയല്ലേ കാണാൻ കാട് കാട്. അപ്പൂപ്പൻകാവ് അപ്പൂപ്പൻകാവ്. ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമായിരിക്കും ഈ കാട്. ധാരാളം ഓക്സിജനും ധാരാളം വെള്ളവും ഉള്ള ഒരു സ്ഥലമായിരിക്കും ഇവിടെ. മരങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്. ശ്രീനന്ദയ്ക്ക് ഒരു 3 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇന്നും ഞങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുക്കാം. ഇപ്പോൾ അവൾക്ക് 8 വയസ്സ് 9 വയസ്സൊക്കെ ആയില്ലേ. അപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ ജ്യോതി അമ്മും ശ്രീനന്ദയും കൂടി എടുത്തു. പിന്നെ ഞങ്ങൾ 4 പേര് കൂടി എടുത്തു. പിന്നെ ഞങ്ങൾ 5 പേര് കൂടി എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ രാജേട്ടന് മാത്രം എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. എന്തായാലും മണ്ണാറശാലയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് തൊഴാൻ സാധിച്ചതിൽ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ വന്ന് തൊഴുതോളൂ കേട്ടോ ഇവിടെ. അതായത് പണ്ട് ഇവിടെ വലിയ കാട്ടുതീയൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ നാഗങ്ങളൊക്കെ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു പോകുന്ന സമയത്ത് ഇവിടുത്തെ അമ്മമാർ അവിടെ വെള്ളം ഒഴിച്ച് കാട്ടിലത്തെ തീയൊക്കെ കളഞ്ഞു എന്നും മണ്ണിനെ ആറിച്ചു എന്നും അങ്ങനെ ഈ സ്ഥലത്തിന് മണ്ണാറശാല എന്ന് പേര് കിട്ടി എന്നൊക്കെയാണ് പറയണത്. ഈ തീയിൽ നിന്ന് രക്ഷപ്പെട്ട നാഗങ്ങൾ ഇവിടുത്തെ അമ്മമാർക്ക് അനുഗ്രഹം കൊടുത്തു എന്നും സന്തതിയും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയൊക്കെ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും കിട്ടും എന്നാണ് പറയണേ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമുക്കറിയാത്തൊരു ദൈവമാണ് നമ്മൾ തൊഴുതു വരുന്നത്. എന്താണെന്ന് അറിയണം ഫസ്റ്റ്. നമ്മൾ അയ്യപ്പനെ വെച്ചിട്ട് ശബരിമലത്തെ ഇത് കുളമാണ് അല്ലേ? കുളത്തിൽ കുളിച്ച് കുട്ടി കുളം മാരാട്ട വിചാരിച്ച മഹാവിഷ്ണുൻ്റെ അതാരണം. ആമകൾ നിറച്ചിട്ടതേ ഇഷ്ടം പോലെ ആമകളുണ്ട്. ഇടി കറുത്ത ആമകൾ നിറച്ചുണ്ട്. ഇങ്ങനെ വെളുത്താമയല്ലേ കറുത്താമ. എത്ര ആമയാ? നിറച്ചാമയുണ്ട് ആമകൾ. മുത്തച്ഛനെ വിശന്നിട്ട് വയ്യാട്ടാ. നമ്മൾ തിരിച്ചു പോവാ. അവിടെ ഭക്ഷണം കഴിക്കണം. എന്ത് രസം അല്ല. നല്ല ഇവിടെ വെയിലുണ്ടെങ്കിലും കുറേ മരങ്ങളൊക്കെ വീണുണ്ട് അല്ലേ? പൂ നോക്കാൻ നല്ല ഭയങ്കര പൂവ്. എന്നിട്ട് ഓ ഓ കുഴപ്പമില്ല. മൂത്രയ്ക്കതേ വേണ്ടു. അല്ലാണ്ട് രക്ഷയില്ല. കുറേ തൈക്കൾ മുളച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ. ഇതിൻ്റെ അങ്ങോട്ട് പോണേ. അവിടെ നിന്നിട്ടാ ഇതെന്താണെന്നറിയാമോ? ഞാൻ പറയാം പാർപ്പിടം. പാർപ്പിട എനിക്ക് വേണം. ഭക്തജന ശ്രദ്ധയ്ക്ക് കാവും പരിശ്രമത്തെ സൂക്ഷിക്കുക. ഇത് വീടാവണട്ടാ. ഇല്ലാണ് അല്ലേ? മനകളായിരിക്കും. ഏകദേശം 10 ഏക്കറോളം സ്ഥലം കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തിനുള്ളിലാണ് ഈ ക്ഷേത്രവും. അതിനോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരായിട്ടുള്ള നമ്പൂതിരിമാരുടെ ഗൃഹവുമാണ് ഇവിടെ ഉള്ളത്. അപ്പൂപ്പൻകാവാണ്. അപ്പൂപ്പൻകാവി ഇവിടുത്തെ ഈ കടയിൽ കുറേ സാധനം, മാല, വള, മോതിരം, അതുപോലെ തന്നെ വാൽക്കണ്ണാടി, ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. മാലകളൊക്കെ കണ്ടില്ലേ? വാൽക്കണ്ണാടി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഇവിടുത്തെ മുൻപത്തെ അമ്മയുടെ പടമാണ് കേട്ടോ. ഇത് കണ്ടോ?
ഈ അമ്മയാണ് മരിച്ചുപോയി. ഇപ്പോൾ പുതിയ അമ്മയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഏറ്റവും ആദ്യം വരുമ്പം ഈ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. ദേവസ്വം ബോർഡിൻ്റെ ഓഫീസാന്ന് തോന്നല്ലേ? അല്ലേ അമ്മോ? ദേവസ്വം ബോർഡ് ഓഫീസല്ലേ ഇത്? മണ്ണാറശാല ദേവസ്വം ബോർഡിൻ്റെ ഓഫീസാണ്. ചോറ് കിട്ടുക പോലെ രാജക്ഷേത്രം. ഒരു കല്ലുണ്ടോ? ആ കല്ലിൻ്റെ മുകളിൽ കണ്ടാ അതിൻ്റെ ചെടി വശണ്ടായിരുന്നു. ഭുജംഗകുലാധിപം ഭുവനനാഥം ആരാധയേ. അതേ സംബന്ധിക്കുന്ന വഴിപാടുകൾ. നിലവറ പായസം അപ്പം ഇവിടെ ലഭ്യമാണ്. ഓക്കെ. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പുറത്തേക്ക് വന്നു കേട്ടോ. അവിടെ പുരുഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, ധൈര്യം ആണുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയത്. കുറേ സാധനം വാങ്ങി. മാല വാങ്ങി, മോതിരം വാങ്ങി, വെള്ളം കുടിക്കാനായിട്ട് സോഡ ഉണ്ട്, എന്താ പറയുക, സോഡ സർബത്ത് വാങ്ങി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഒരു പൂക്കൂട വാങ്ങി, പപ്പടം വാങ്ങി. ഗുരുവായൂർ പപ്പടം ഇവിടെ ഉണ്ട്, വിൽക്കാൻ വച്ചിരിക്കണു. നമ്മുടെ ഗുരുവായൂർത്തെ പപ്പടം ഇവിടെ, അവൻ്റെ അതും വാങ്ങിച്ചു. നല്ല രസമായിട്ട്. കിട്ടില്ല? അയ്യോ, നിറനേണ്ടി കരിക്ക് സർബത്തൊക്കെ ഉണ്ട്. ഇവിടെ ഈ മോതിരൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഈശ്വര, എത്ര ഇതിന്? 70 രൂപ. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. അടിപൊളി. ഇപ്പോഴേ സ്വർണ്ണം ഇടാൻ പറ്റില്ലല്ലോ, കാലം പോയി. പിന്തു അല്ലേ? ഇവിടെ അടുത്ത് ഹരിപ്പാട് തന്നെ വീട് അല്ലേ? ആയിക്കോട്ടെ. ഒരു മോനൊരു മോളും. കട എത്ര നാൾ തുടങ്ങിയിട്ട്? വർഷമായി. ആരെ കൂടെ ഉള്ള ഹസ്ബൻഡ് ഉണ്ടോ? ആ, അപ്പം ഞാൻ വീഡിയോ ഇടും കേട്ടോ എൻ്റെ കയ്യിൽ. അങ്ങനെ. അപ്പം ശരി. അപ്പം എൻ്റെ പേര് നന്ദിനി രാജശേഖരൻ, യൂട്യൂബ് ചാനൽ. ഞാൻ ഇതാണ് എടുത്തത്, ദിസ് വൺ എടുത്തത്. ഓക്കെ, താങ്ക് യു. അവിടെ ഒരു പഠിക്കണ ഏത് മാല? അപ്പളാ ഇരുപതല്ലേ? അത് ഒന്ന് ഒരു പ്രാവശ്യം കൂടെയും അത് കരങ്ങളുണ്ടോ? ഞാൻ പിടിച്ചല്ലോ. വേണ്ട
ഞാൻ വേണ്ടൊക്കെ കുടിക്ക്, താൻ കുടിക്ക്. ചേട്ടാ അതിന് എത്ര പൈസ കൊടുത്തുവോ? ഓ എന്നോ. എനിക്ക് ഈ മാല അടിച്ചിട്ട് ഞാൻ ചോപ്പ ഇവിടേക്ക് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. വേറെ കമ്മലുകളല്ല വേണം. കമ്മലുണ്ട് അത് 80, ഇത് 80. പല മോഡലുകൾ, പല കളർ. ഇത് വേണ്ടേ? ചോപ്പെടുത്തോളൂ. ചോപ്പ് ഇതും വേണം. പിന്നെ ഇങ്ങനത്തെ വേണം, കരിമണിമാല. കവർ ഇട്ടാണ് എന്നാ നോക്കി അമ്മേ രക്ഷിക്കണേ. ആമമോതിരം വേണം. വേണ്ട വേണ്ട. 660. 8 8 ആമമോതിരം കല്ല്. തണുപ്പത്തിരി തരുമോ? ചൂടുള്ള കിട്ടിയോ? താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ.